ഇന്ന് പഞ്ചഭൂതയിലേക്ക് പൈൽസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അത് ഫിഷർ ആയിരുന്നു. പക്ഷെ ആള് 5 കൊല്ലമായിട്ട് പൈൽസ് ആണെന്ന് വിചാരിച്ച് പൈൽസിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ പൊതുവെ ആ ഒരു ഭാഗത്ത് മലദ്വാരത്തിന്റെ ഭാഗത്ത് എന്ത് ബുദ്ധിമുട്ട് വന്നാലും പൈൽസ് ആണെന്നുള്ളതാണ് പൊതുവെയുള്ള ധാരണ. അപ്പൊ പൈൽസും ഫിഷറും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഏനൽ കനാലിന്റെ ഉള്ളിലോട്ട് നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ, അതായത് രക്തയോട്ടം വന്ന് രക്തക്കുഴലിന്റെ ഉള്ളിൽ ബ്ലഡ് ഇങ്ങനെ ഒരുപാട് വന്ന് രക്തക്കുഴല് തടിച്ച് വീർത്ത് ചുരുണ്ട് വരുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൈൽസിൽ പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാവുന്നത്. പൈൽസിൽ ബ്ലീഡിങ് ഉണ്ടാവുമ്പോഴും ചീറ്റി വരുന്ന പോലെ ബ്ലഡ് വരും. പൈൽസിൽ ഇനീഷ്യൽ സമയത്തൊക്കെ അതിന്റെ ലക്ഷണമായിട്ട് ബ്ലീഡിങ്ങോ അസ്വസ്ഥതകളോ ആണ് തോന്നാൻ സാധ്യതയുള്ളത്. പെയിനൊന്നും തുടക്കത്തിൽ ഉണ്ടാവണമെന്നില്ല. പൈൽസിൽ പുറത്തേക്ക് തള്ളി വന്ന് തുടങ്ങാന്നുള്ളതാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ആദ്യം പുറത്തേക്ക് തള്ളി വരും, തന്നെ കയറിപ്പോവും. പിന്നെ പുറത്തേക്ക് തള്ളി വരുന്നത് വിരൽ വെച്ച് കയറ്റി വെക്കേണ്ടതായിട്ട് വരും. പിന്നെ തള്ളി വരുന്നത് ഉള്ളിലേക്ക് കയറി പോവാണ്ട് വരും. ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ മലം ടൈറ്റ് ആയിട്ട് പോകുന്നത് വഴിയും അല്ലെങ്കിൽ ലൂസ് മോഷൻ ആയിട്ട് പല തവണകൾ പോകുന്നത് വഴിയും അല്ലെങ്കിൽ ചുറ്റുമുള്ള മസിൽസിന്റെ ടൈറ്റ്നസ് കൊണ്ട് അവിടെ മുറിവ് വരുന്നതായിരിക്കാം. ഈ മലദ്വാരത്തിൽ വരുന്ന മുറിവിനെയാണ് ഫിഷർ എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പോലുള്ള വേദനയാണ്. അതുപോലെ തന്നെ ബ്ലഡ് വരികയും കൂടെയാണ് ഫിഷറിന്റെ ലക്ഷണമായിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിലും ആദ്യം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, പരിശോധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് മാത്രം നിങ്ങൾ ഒരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുക. പഞ്ചഭൂതയിലെ ആയുർവേദ എനോറക്ടൽ സർജൻസിന്റെ ഒരു ടീം തന്നെയുണ്ട്. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ താഴെയുള്ള നമ്പർ ഉപയോഗിക്കുക കേട്ടോ.